ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 50 ഗ്രാം കാഷ്നട്ടും ഒരു 6ഓളം കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും അരിഞ്ഞും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് ഒരു വിസിലടുപ്പിക്കണം കേട്ടോ. ഒരു വിസിലടുപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഇതൊരു 750 ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കേട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 30 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളത് എയർ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ ഇതുപോലെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ നേരെ തന്നെ എടുത്ത് വെക്കാതെ ഇതുപോലെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് അതിനുള്ളിലിരിക്കും. ഇങ്ങനെ ഓടിക്കളിക്കാതെ നല്ല വ്യക്തമായിട്ട് ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റോളം എയർ ഫ്രൈ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ വയ്ക്കാൻ വേണ്ടി ആരംഭിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വഴണ്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജിഞ്ചറും ഗാർലിക്കും ബട്ടറിൽ കിടന്ന് വഴളുടെ മണം ഭയങ്കര നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഏകദേശമൊക്കെ ആയിട്ട് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാളയും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് സവാള വഴലില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മൂടിച്ച് നല്ല സെറ്റാക്കി വഴണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണോളം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ നേരത്തെ കുക്കറിൽ വിസിലടിച്ച് വെച്ച കാഷ്നട്ടും തക്കാളിയൊക്കെയാണ്. അത് നമ്മൾ അരച്ച് എടുത്താണ് കേട്ടോ. അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 3-4 കഷ്ണം ബട്ടറും കൂടെ അതിൽ ചേർത്തിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ജസ്റ്റ് കുറച്ച് നേരം അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അതേ ബട്ടർ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റായിട്ട് ഗൈസ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.